ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. നമ്മളെ വയനാട് ഫ്ലവർ ഷോ തുടങ്ങിയിരുന്നു. അപ്പൊ ഇന്ന് നമ്മളെ കുടുംബസമേതം അങ്ങോട്ടാണ് പോണത്. കയറി ചെന്നപ്പോ തന്നെ ഊട്ടി പോയൊരു ഫീൽ ചെയ്യുന്നു. പകല് പോയ ചൂടേക്കും ചേച്ചി, ഞങ്ങൾ രാത്രിയാ പോയത്. അപ്പോഴാണ് ഒടുക്കത്തെ തണുപ്പും. പുറത്തുനിന്നും അകത്തുനിന്നും ആയ പലതരം പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു. കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച തന്നെയാണ് അത്. അവിടുത്തെ ഓരോ ഗാർഡൻസും ഒന്നിനൊന്ന് വെച്ചേനു. പിന്നെ കുടം കൊണ്ടൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ മറന്നുപോയി. യശുവിനോട് പിന്നെ എന്ത് ചെയ്യരുത് പറഞ്ഞാലും അത് ഒന്നുകൂടെ ചെയ്തു വെക്കാനാണ് ഓടും. അത് ഓരോ ശീലാണ്. പൂക്കൾ കണ്ടിട്ട് പിന്നെ നമ്മൾ പോയത് ലൈവ് ബേർഡ് ഷോക്കേനു. ലവ് ബേർഡ്സ് ഒക്കെ നമ്മളെ തലിന്റെ മേലെ കൂടെ അങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട്. തലയെ കപ്പിടുമോ നല്ല പേടിണ്ടേനു. അപ്പോഴാണ് അപ്പുറത്ത് ഏതെടുത്താലും 100 എന്ന് അറിഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ എന്താണ്, തത്തയുണ്ട് പാമ്പും ഉണ്ട്. അയാൾക്ക് അതിനെ തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് മൂപ്പര് അതിനെ തലയിലോ എവിടെ വെക്കണ്ടേന്ന് മൂപ്പർക്ക് തന്നെ അറിയണില്ല. അവിടെ നമുക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാമ്പിനെ എത്ര അടുത്തുനിന്ന് കാണുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ സ്റ്റാളിലേക്കാ പോയത്. ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് വില ചോദിച്ചപ്പോൾ 550 റുപ്യാണ്. അവിടുന്ന് വെല്ല ഇറങ്ങി. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ല പറ്റുള്ളൂ. അപ്പോഴാണ് ഉമ്മച്ചി കിടികിടി ഭയങ്കര ചിരി. നോക്കുമ്പോ എന്താ മൂപ്പരാൾ അവിടെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ചേട്ടൻ. കുറച്ചേരം കൂടി അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചി അത് മേടിക്കുന്നു വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വല്ല കൂട്ടിക്കൊണ്ട്. പഴയ കാലത്തുണ്ടായ എല്ലാ മിഠായികളും അവിടെ വിൽപ്പനക്കുണ്ട്. അതിന്ന് പറഞ്ഞാൽ നമ്മളും മേടിച്ചിട്ട് ആള് കയറിയപ്പോഴാണ് മുതലായതെന്ന് തോന്നുന്നു. ഒരാൾ അത്ര വെച്ചരും, ഒരാൾ മിഠായി തരുന്നുണ്ട്, ഒരാൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോഴാണ് മക്കളെ ലോകത്തില്ലാത്ത അച്ചാറുകൾ മൊത്തം അവിടെ. വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ മേടിച്ചേന്ന് ഒരു മിഠായി എടുത്ത് അങ്ങോട്ട് തിന്ന്. അവിടെ പ്രത്യേകിച്ച് കാണാൻ എന്താന്ന് ചോദിച്ചാല് ഒരു റോബോട്ടിക് ഗേളും ഉണ്ട്, ഒരു റോബോട്ടിക് ഡോഗും ഉണ്ട്. ഇവരെ ഞാൻ എവിടെയോ ഫുഡ് കോർട്ടിൽ ചെന്നപ്പോൾ നല്ല തിരക്ക്. കറുത്തന്നെ പൊരിച്ചായാലും കോളിഫ്ലവർ ഇല്ലെന്ന് വിചാരിച്ച് 2 പ്ലേറ്റ് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് വില ചോദിച്ചത്. 60 റുപ്യന്റെ കോളിഫ്ലവറിന് 100 റുപ്യാണ്. അങ്ങനെ 200 റുപ്യ കയ്യിൽ നിന്ന് പോയി. ആ വിഷമം മാറ്റാൻ വേണ്ടി അതാണ് തിന്നടി തീർത്ത്. കുട്ടികൾക്കും വലിയവർക്കും ആയിട്ടുള്ള പലതരം റൈഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ഉമ്മച്ചിനോട് റൈഡ് കയറണോ ചോദിച്ചപ്പോൾ ഉമ്മച്ചി വരെ പണ്ട് കയറിയതിന്റെ പേടിനെ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.